അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ സ്വന്തം ഫിറ ഫുഡ്സിന്റെ നമ്മുടെ സ്പോൺസർ ആയിട്ടുള്ള ഫിറ ഫുഡ്സിന്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്ട് സ്മൂത്തി. അതെ, ഓട്ട് സ്മൂത്തി, ആപ്പിൾ ഓട്ട് സ്മൂത്തി. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞോ. നീ പറഞ്ഞു. ഇതില് ഫിറയ്ക്ക് 12ഓളം ഫ്ലേവേഴ്സ് ഉണ്ട് ഈ ഓട്സിൽ തന്നെ. അപ്പൊ ആലോചിച്ച് നോക്കുക എന്തോരം വ്യത്യസ്തമായിട്ടുള്ള. അതിൽ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ചിയ സീഡ്സ് ആണ്. കാരണം സെപ്പറേറ്റ് നമുക്ക് ചിയ സീഡ്സ് ഇടേണ്ട ആവശ്യമില്ല. മാത്രമല്ല വിഷ്ണുവിന്റെ ഫേവറേറ്റ് അല്ല, ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ ഉണ്ടാക്കാറുള്ള സ്മൂത്തിയാണിത്. അതെ, കാരണം ഈ നിരത്തി വെച്ചിരിക്കുന്നതൊക്കെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സിലുള്ള ഓട്സ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഓട്സിൽ നമുക്ക് എന്തും ഉണ്ടാക്കാം. കഞ്ഞി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, നൂലപ്പം ഉണ്ടാക്കാം. അതെ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സ്മൂത്തി. അപ്പൊ അളിയൻ ഇത് കട്ട് ചെയ്ത് ഓട്സ് ഒരു പാത്രത്തിലാക്കി ഒരു 15 മിനിറ്റ് വയ്ക്കുമായിരിക്കാം. നിർബന്ധമില്ല, പക്ഷെ 15 മിനിറ്റ് വെച്ചാൽ നല്ലത്. ആപ്പിൾ ഉണ്ട്, നമ്മൾ ആപ്പിൾ ഇടുന്നുണ്ട്. ഇത് ഇട്ടോ. അതെ, ഞാൻ ആലോചിക്കുകയും ചെയ്തു വിഷ്ണു എന്തുകൊണ്ട് എന്നെ കൊണ്ട് ഇടിയിച്ചില്ല എന്നൊക്കെ. ഫുൾ ഇടണോ? കഴിഞ്ഞ ഏതൊരു റൗണ്ടില് ഡേറ്റ്സ് മാങ്ങ തിന്ന് തീർത്തപ്പോ ചോദിച്ചു മാങ്ങ എവിടെയെന്ന്. തീർന്നു പോയി. കാഷ്നട്ട് 2 3 മതി. പീനട്ട് ബട്ടർ മതിയോ? സിനമൺ പൗഡർ, ഹണി. ആവശ്യത്തിന് മധുരം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആവശ്യത്തിന് ഹണി. ഇനി പാലൊഴിക്കുക. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് കിട്ടിയൊരു അറിവാണ് നമ്മുടെ സ്മൂത്തി കുറച്ച് ലൂസായിരിക്കണം എന്നുള്ളത്. ആ അറിവുകളൊക്കെ പകർന്നുകൊണ്ടാണ് നമ്മളിപ്പം സ്മൂത്തി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഈ സ്മൂത്തിക്ക് ആവശ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ എന്നുള്ളത് ഓട്സ്, അതും ഫിറയുടെ ഓട്സ്, പാല്, ആപ്പിൾ, കാഷ്യൂ, ഹണി, പീനട്ട് ബട്ടർ, ഈത്തപ്പഴം, ഡേറ്റ്സ്, പിന്നെ പൊടി, സിനമൺ പൗഡർ. ഹലോ, എന്തായി? ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോ മിക്സിയിലിട്ട് അടിച്ചോണ്ടിരിക്കുവായിരുന്നു. അതെ, സർപ്രൈസ് ആണ്. അപ്പം സ്മൂത്തി. ഓക്കെ. ഒരു നിമിഷം നിങ്ങളൊന്ന് പാളിപ്പോയല്ലേ? സ്മൂത്തി ആണുള്ളത്. അല്ല, എന്നത്തെ പോലെ അല്ലല്ലോ ഇന്ന്. ഞങ്ങൾ ഇവിടുത്തെ മെയിൻ മാസ്റ്റർ ഷെഫ്സ് ആണ് ഞങ്ങൾ. അതെ. പക്ഷെ ഫിറയുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ അറിയാലോ, ഞങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാക്കിയാലും ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് സമയം മതി, 3 മിനിറ്റ് മതി. സത്യം പറഞ്ഞ ഇപ്പൊ ഞങ്ങള് സമ്മാനം വാങ്ങുന്നതിന് ഫിറയുടെ പ്രോഡക്റ്റ് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ്. തീർച്ചയായും ഞങ്ങൾ അടുപ്പിച്ച് ഫസ്റ്റ് വേണ്ടിട്ട് മത്സരിക്കുന്നത്. അതെ, 5 റൗണ്ടിൽ അടുപ്പിച്ച് ഫസ്റ്റ് കിട്ടുന്നുണ്ടേ. ഇപ്പൊ ഞാൻ വീട്ടിൽ ചില മമ്മ ചോദിക്കും ഫിറ എവിടെ? ഞങ്ങളുടെ വീട്ടിലെ കുടുംബാംഗം പോലെയാണ് ഫിറ, ഒരു അനിയനെ പോലെയാണ് ഫിറ. ഇവിടെ ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത് ഫിറയുടെ ബിരിയാണി കിറ്റ് മേടിക്കാനാ. ഫിറയുടെ ബിരിയാണി കിറ്റ് ഉണ്ട്, ദോശ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പറഞ്ഞ തീരൂല. ദോശ, ഇഡ്ഡലി, മുളക് പൊടി, ഓട്സ്, എണ്ണിയാ തീരുന്നില്ല. ഇന്ത്യയിൽ ഏകദേശം 70ഓളം പ്രൊഡക്ട്സ് ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൊത്തം ശ്രേണിയിൽ 500-ലധികം പ്രൊഡക്ട്സ് ഉണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് ഞങ്ങൾ മിഡിൽ ഈസ്റ്റിൽ മാർക്കറ്റിൽ ചെയ്യുന്ന 500ഓളം പ്രൊഡക്ട്സുകളുണ്ട്. ഞങ്ങൾ സ്വീകരിക്കാൻ റെഡിയാണ്. 500 കൂടുതൽ ഉണ്ടായാലും ഞങ്ങൾ സന്തോഷത്തോടെ. ഞങ്ങൾക്ക് അഭിമാനമാണ്, കാരണം തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഫാമിലി മെമ്പർ വലിയ സന്തോഷം. നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കണ്ട് സംസാരിച്ചെങ്കിലും ഒന്നുകൂടി നിങ്ങളുടെ അടുക്കള കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓരോ ടീമുണ്ടല്ലോ, പിന്നെ അപ്പുറത്തെ ടീമിനും പോകണമല്ലോ നമ്മള്. ഇത് ഞങ്ങളുടെ അടുക്കള കേട്ടോ. ഏറ്റവും ബ്യൂട്ടിഫുൾ അടുക്കള ഇതാണ്. ബ്യൂട്ടിഫുൾ ഷെഫ്സും ഞങ്ങളാണ്. അതെ, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ഇന്ന് നമ്മള് ചെയ്തേക്കണത് ഇല്ല, ഫിറയുടെ ചിയ സീഡിന്റെ ഓട്സ് ഉപയോഗിച്ചിട്ടാണ് സ്മൂത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. ആപ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതെ, നമുക്ക് വേറെ ഒന്നും വേണ്ട കൂടെ. പക്ഷെ എന്നാലും നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട്
കുറച്ച് പൊടികൾ. കുറച്ച് ഓക്കെ ചിയയും കൂടെ ഉള്ളതുകൊണ്ട് ഫൈബർ അധികം കൂടുതലുള്ളതാണ്. അതാണ് ഞങ്ങൾ അതിന്റെ ഒരു ക്യാമ്പയിൻ ആക്ച്വലി അതാ പറഞ്ഞുകൊണ്ടിരുന്നത് സാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ വീഡിയോയിൽ പറയുമായിരുന്നു സെപ്പറേറ്റ്, അതുകൊണ്ട് നമുക്ക് ചിയ സീഡ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഉണ്ടല്ലോ. കാരണം പ്രോട്ടീൻ ഉള്ള ഒരു കണ്ടന്റ് ആണ്. ഞാൻ ഫൈബറിന്റെ കണ്ടന്റ് എന്റെ വൺ ഓഫ് ദ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് ഞാൻ ഉണ്ടാക്കാറ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ സെപ്പറേറ്റ് ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ചിയ സീഡാണ് ആഡ് ചെയ്യാറ്. ഞാൻ പറയുമായിരുന്നു നിങ്ങൾക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതെ ഓൾറെഡി ഉണ്ട്. ഒരു ബോഡി ബിൽഡർ നിലയിൽ ഫിറ്റ്നസിന്റെ മെയിൻ നോക്കുന്ന ട്രെയിനറാണ്. അതെ. അപ്പൊ രസമായിട്ടുണ്ട്. ശരി. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ അതേ സമയം എടുക്കോ? ഇല്ല, കഴിഞ്ഞു. ഫിറയുടെ അല്ല കേട്ടോ, അധികം സമയം വേണോ? 3 മിനിറ്റ് പോരെ? 3 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചത് 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇത് ഇനി സർവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഞങ്ങളുടെ തീർന്നിട്ടുണ്ട്. ശരി, അപ്പൊ ഇതൊക്കെ പോയിട്ട് വരാം. ഓക്കെ ബൈ സാർ. താങ്ക് യു. ഓക്കെ ബൈ. മറ്റേ 200 പ്രൊഡക്ട്സ് നമ്മൾ മറക്കണ്ട കേട്ടോ. തീർച്ചയായിട്ടും. 500. അയ്യോ 300, സോറി. വളരെ സമീപഭാവിയിൽ തന്നെ ഈ 500 പ്രൊഡക്ട്സും കേരളത്തിൽ വരും. വി ആർ വെയിറ്റിംഗ്. അതെ അതെ അതെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് നമുക്ക് കമോൺ ഗൈസ്. അപ്പൊ നമ്മൾ നമുക്കപ്പോ നമ്മുടെ ബാക്കി അല്ലേ, ഇനി ഇത് തുറന്നു നോക്കാം നമുക്ക്. ഗൈസ് ഫൈനലി വി ആർ റെഡി. യെസ്, നമ്മൾ അങ്ങനെ നമ്മളുടെ സ്മൂത്തി സെറ്റ് ആക്കിയിട്ടുണ്ട്. ആപ്പിൾ സ്മൂത്തി അല്ലേ? അതെ അതെ. ഫിറയുടെ ആപ്പിൾ സ്മൂത്തി. ഇതിലെ 99.9% ഡെഡിക്കേഷനും വിഷ്ണുവിൻ്റെ ആണ്. ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നും എടുത്തില്ല. ഞാനിത് ഇവിടെ ഇരുന്ന കശു കൊണ്ടേക്ക് എത്തുന്ന തീർത്ത് മാത്രമാണ്. വാവ്, ഫിറയുടെ ആപ്പിൾ അല്ലേ? ഫിറ ഓട്സ് ഫിറയുടെ ഓട്സ് വെച്ച് ഉണ്ടാക്കിയ ആപ്പിൾ സ്മൂത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് തണുപ്പിക്കാൻ വെക്കുവാണ്, കാരണം ഇപ്പം ഉണ്ടാക്കിയല്ലേ ഉള്ളൂ. ബാക്കി വെച്ചിട്ട് കാണാം അല്ലേ? കാണാം. ബൈ. കേറി വാടാ മക്കളെ, കേറി വാ. അങ്ങനെ ഫൈനലി ഓട്സ് സ്മൂത്തി റെഡിയായി. എല്ലാവർക്കും ആപ്പിൾ ആണ് ആഡ് ചെയ്തത്. താങ്ക് യു, താങ്ക് യു. കാരണം നമ്മൾ എപ്പോഴും ഫുഡ് കൊണ്ട് ഇങ്ങനെ വെക്കുമ്പോഴേ നമ്മുടെ ഷെഫ് അല്ലേ ടേസ്റ്റ് മണക്കൊന്നും എനിക്ക് കണ്ടപ്പോ തന്നെ ടേസ്റ്റ്. എന്റെ വീട്. അരെ വാ. മതി. ഇനി അടുത്ത സ്പൂൺ എടുക്കുന്നതിന് എടുത്തോളാം എല്ലാവരും. സംഭവം നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ലിക്വിഡ് ആക്കിക്കോ ഇന്നത്തെ സ്മൂത്തി. കുറച്ചും കൂടെ. ശരി, അപ്പൊ നമുക്ക് ഫിറയുടെ പ്രോഡക്റ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയ സ്മൂത്തി എല്ലാവരും ടേസ്റ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു.